കൂത്താളിക്കുടിയിലെ 1-ാം ചരമവാർഷികം ആചരിക്കുവാനാണ് നാം എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാനിവിടെ നിൽക്കുന്നത് എല്ലാവർക്കും നന്ദി അർപ്പിക്കുക എന്ന കർത്തവ്യത്തോടുകൂടിയാണ്. അതിനു മുമ്പ് എൻ്റെ പിതാവിനെ കുറിച്ച് 2 വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ദൃഢമായ ദൈവവിശ്വാസം, കഠിനം പ്രയത്നം, ലളിതമായ ജീവിതം, സൗമ്യമായ പെരുമാറ്റം, ഈ 4 മൂല്യങ്ങൾ കണ്ട് പഠിച്ച് ആണ് ഞങ്ങൾ വളർന്നത്. ജീവിത വിജയത്തിന് ഈ 4 മൂല്യങ്ങൾ അനിവാര്യതയാണെന്ന് എൻ്റെ പിതാവ് ഞങ്ങളെ പറഞ്ഞും ജീവിതം കൊണ്ട് കാണിച്ചും തന്നിട്ടുണ്ട്. എൻ്റെ പിതാവ് തൻ്റെ 20-ാമത്തെ വയസ്സിൽ 1966 ഈ നീലഗിരി ജില്ലയിലെ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുവാൻ എത്തിച്ചേർന്നത്. അന്ന് മുതൽ ഇന്നോളം മരണം വരെയും ഈ കൊളപ്പള്ളിയിലെ ഉപ്പട്ടിയിലെയും പൗരസമൂഹവും ധാരാളം കുടുംബങ്ങളും ഉപ്പട്ടി സെന്റ് ജോർജ് ദേവാലയത്തിലെ ഇടവകയിൽ അംഗങ്ങളും അതുപോലെ തന്നെ കൊളപ്പള്ളി സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിലെ ഇടവക അംഗങ്ങളും കൊളപ്പള്ളിയിലെ പൗരസമൂഹവും ധാരാളം സഹായ സഹകരണങ്ങൾ നൽകി വളർത്തിയ ഒരു കുടുംബം തന്നെയാണ് ഞങ്ങൾ. ഇവരെയെല്ലാം ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലൂടെ കടക്കട്ടെ. ധാരാളം തിരക്കുകളുള്ള സമയമാണ് ഇത്. ഒരു ശനിയാഴ്ച അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം ധാരാളം തിരക്കുകളുണ്ടാകും, പല സ്ഥലങ്ങളിൽ നിന്നും വിളികളുണ്ടാകും. എങ്കിലും ഞങ്ങളുടെ കുടുംബത്തോടുള്ള സ്നേഹത്തെ മാനിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മളുടെ ദേശപട്ടക്കാരൻ മൂത്തവൻ അറമ്പൻകുടി കോർപ്പസിലുള്ള അച്ഛനെ, അദ്ദേഹത്തിന് ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന ഈ സമയത്തും നമ്മൾക്ക് വേണ്ടി അനുഗ്രഹിച്ചർപ്പിച്ച ദിവ്യബലിക്ക് വേണ്ടിയുള്ള നന്ദി താഴെയുള്ള കുടുംബത്തിനും ഈ ഇടവക സമൂഹത്തിനും വേണ്ടി ഞാൻ അർപ്പിക്കുന്നു. എൻ്റെ പപ്പയുടെ പ്രിയപ്പെട്ട സുഹൃത്താണ് കാലുവള്ളി അച്ഛൻ. കാലുവള്ളി അച്ഛനൂടെ വന്ന സമയത്താണ് എൻ്റെ പപ്പയുടെയും അമ്മയുടെയും 9-ാം വിവാഹ വാർഷികം നടത്തുന്നത്. അന്നാണ് ഞാൻ ഈ അച്ഛനെ വളരെ അടുത്ത് പരിചയപ്പെടുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും വളരെ താല്പര്യത്തോടെ ഇടപെടുകയും നമ്മൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ഞാൻ എന്ത് ആവശ്യങ്ങൾ പറഞ്ഞു ചെന്നാലും ഒരിക്കലും വെറും കൈയോടെ മടക്കി അയക്കാതെ കൂടെ എൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്നതുമായ ഈ അച്ഛനെ ഈ ദിവസം ഞാൻ നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. അതുപോലെ നമ്മുടെ മുൻപിലായി ജേക്കബ് അച്ഛൻ, അദ്ദേഹത്തെ ഞാൻ ക്ഷണിച്ചു. 2 ദിവസം കൂടെ ഒരാഴ്ച മുമ്പ് ക്ഷണിച്ചിരുന്നു. ഇന്നലെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു. അച്ഛൻ വളരെ സ്നേഹത്തോടെ എന്നോട് പറഞ്ഞു, ഞാൻ നാളെ അവിടെ വരുന്നുണ്ട്, എന്നാലും ഞാൻ നീ വിളിച്ചതല്ലേ, ഞാൻ മറ്റന്നാൾ വരും, എന്തായാലും ഞാൻ വരും. ആ സ്നേഹത്തിൽ ഉള്ള കടപ്പാട് നന്ദിയിൽ ഞാൻ അച്ഛനെ അറിയിക്കുന്നു. നന്ദി. ഇനി പറയാനുള്ളത് ഞങ്ങളുടെ കുടുംബത്തിന്റെ അച്ഛനാണ് വെട്ടിക്കാട്ടലച്ഛൻ. പപ്പ അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങളോട് ഇടയിലേക്ക് പറയാറുണ്ട്. അദ്ദേഹം വന്ന കാലത്ത് പപ്പയുടെ കല്യാണം കഴിച്ച് എൻ്റെ മമ്മയുടെ സഹോദരൻ കൂടിയാണ് അച്ഛൻ. ഇവിടെ വന്ന കാലത്ത് അച്ഛന് 4 വയസ്സാണെന്നാണ് പപ്പ പറയുക. കുഞ്ഞളിയ എന്ന് വിളിച്ച് കളിയാക്കാറുണ്ടായിരുന്നു അച്ഛനെ. ആ അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തിലെ അച്ഛനാണ്. ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളും എപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന വെട്ടിക്കാട്ടലച്ഛനെ ഞങ്ങളുടെ വലിയോടുകൂടി അംഗങ്ങളായിരുന്നു. അച്ഛനെ വളരെ സ്നേഹത്തോടെ ഈ കുടുംബത്തിന് നന്ദി അറിയിക്കുന്നു. ഇനി പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ആവശ്യമില്ലാത്ത ഒരാളാണ് പപ്പയ്ക്ക്. അദ്ദേഹം പുത്ര തുല്യനാണ്. പന്തപ്പള്ളിയിലെ അജോച്ച് ചെറിയ കുഞ്ഞായിരുന്നുകൊണ്ട് പപ്പയോടൊപ്പം വളർന്ന അച്ഛൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അധികം പറയുന്നില്ല. അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും ഞങ്ങളുടെ എല്ലാ സന്തോഷവും സ്നേഹത്തോടെ അറിയിക്കുന്നു. വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ ഇവിടെ എത്തിയിട്ടുള്ള ഞങ്ങളെ ക്ഷണസ്വീകരിച്ചെത്തിയിട്ടുള്ള ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും ഒറ്റവാക്കിൽ എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള താഴെവഴി കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഒരു മിനിറ്റ്. ഞാൻ പറയാൻ വിട്ടുപോയ 2 വ്യക്തിത്വങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ സിസ്റ്റേഴ്സ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തന്നെ ഞാൻ പറയട്ടെ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും കൊടുത്തിട്ടുള്ള പദ്ധതി സിസ്റ്റർ സമൂഹത്തെ ഞങ്ങളുടെ നന്ദി കടപ്പാടും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. വളരെ പ്രാധാന്യത്തോടുകൂടി
പറഞ്ഞതിനോടുകൂടി ഞങ്ങളുടെ വികാരിച്ച് ഇവിടെ മാറി നിൽക്കുന്നതോട് ഞാൻ മുഖം കാണാത്തത് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ പരിപാടിയെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് ചുക്കാൻ പിടിച്ച് നിർദ്ദേശങ്ങൾ നൽകി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വികാരി അച്ഛനെ എല്ലാ കാര്യങ്ങൾക്കും താങ്കളുടെ കുടുംബത്തിന്റെ പേരിലുള്ള നന്ദി വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു. ഇനി ആർക്കെങ്കിലും ഞാൻ നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.